വാട്സപ്പിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് അഥവാ സ്റ്റോറീസ് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാം. നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് ശ്രീനാഥ് ഗോപി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ മലയാളി. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യമേ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ആക്കാം. എന്നിട്ട് ജസ്റ്റ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് വാട്സപ്പ് സ്റ്റോറീസ് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കുവാണ്. ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓപ്പൺ ആക്കുമ്പോൾ ഇതിനകത്ത് റീസെൻറ്റ് സ്റ്റോറീസ്, സേവ്ഡ് സ്റ്റോറീസ് എന്നുണ്ട്. റീസെൻറ്റ് സ്റ്റോറീസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റീസെൻറ്റ് സ്റ്റോറീസ് ഫോട്ടോസ് എന്നുള്ള സെക്ഷനിൽ ഫോട്ടോസ് വരും, വീഡിയോസ് എന്നുള്ള സെക്ഷനിൽ വീഡിയോസ് വരും. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൻ്റെ മേളിൽ ഡൗൺലോഡ് സിമ്പിളുണ്ട്, അത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആകുമ്പോൾ തന്നെ നമ്മൾ സേവ്ഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ ഡൗൺലോഡായ ഇമേജസൊക്കെ അതിൽ വന്ന് കിടക്കും. നമ്മൾ ഫ്രണ്ട് സ്ക്രീനിൽ കണ്ട സേവ്ഡ് സ്റ്റോറീസിൽ വന്ന് കിടക്കും. തന്നെയല്ല, ഇത് ഗാലറിയിലും വന്ന് കിടപ്പുണ്ട്. നമുക്കപ്പോൾ ഈ സേവ്ഡ് സ്റ്റോറീസിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഷെയർ ചെയ്ത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗാലറിയിൽ പോയി അവിടുന്ന് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ആക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ എന്നും ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വരികയാണ്. ഇന്നത്തേക്ക് ഇത്രയും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും